ഒന്നാമത് ഈ ദർസ് എന്ന് പറഞ്ഞാൽ തന്നെ റസൂലുള്ളാഹി തങ്ങൾ ഇൽമു പഠിപ്പിക്കാൻ റസൂലുള്ള കോളേജ് ഉണ്ടാക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിൻ്റെയൊക്കെ ആദ്യം ചെയ്ത് മദീന പള്ളിയിൽ ദർസ് തുടങ്ങിയ ആ ദർസ് ഖിയാമത്ത് വരെ നിലനിൽക്കണം. നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും പള്ളികളിൽ തന്നെ കാര്യമായ ദർസുകളൊക്കെ ആ ദർസിൽ പഠിച്ചവരാണ് വലിയ വലിയ ആലിമീങ്ങൾ. ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദർക്കും നമ്മുടെ സമസ്തന്റെ പ്രസിഡന്റായ സുലൈമാൻ ഉസ്താദർക്കും അവരുടെയൊക്കെ ഉസ്താദായിരുന്ന ബഹുമാനപ്പെട്ട ബഹറുൽ ഉലൂം ഓക്കെ ഉസ്താദ് പള്ളി ദർസിൽ തന്നെ ഓതി, പള്ളി ദർസിൽ തന്നെ ദർസ് നടത്തി ലോകത്തറിയപ്പെട്ട വലിയ അലിമ. ബഹറുൽ ഉലൂം എല്ലാ വിജ്ഞാനങ്ങളെയും ഒരു സാഗരമാണ്, ഒരു ബഹറാണ്. അങ്ങനത്തെ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ കുട്ടി ഉസ്താദ് അല്ലാഹു തആല അവരുടെ ഖബറിടം സ്വർഗ്ഗത്തായി കൊടുക്കട്ടെ. പെരുത്ത ആലിമീങ്ങൾ ശിഷ്യന്മാരായുള്ള ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദ്. ഓക്കെ ഉസ്താദ് എന്ന് പറഞ്ഞാൽ സൈനുദ്ദീൻ മുസ്ലിംകൾക്കുള്ളൊരു ചെറിയ പേര്, ചുരുക്കി പറഞ്ഞ പേരാ ഓടക്കൽ. അത് നിർത്ത ഓക്കെ ഉസ്താദ് ബഹുമാനപ്പെട്ടവർ. അള്ളാഹു അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മളെ ഇൽമിന്റെ ഖാദിമീങ്ങളായി അള്ളാഹു സ്വീകരിക്കട്ടെ. അവർക്കൊക്കെ അള്ളാഹു നമ്മളെ ഈ സദസ്സിനടക്കം ഇൽമിന്റെ സദസ്സ് അവിടെ ഉണ്ടായതിന്റെ ഒക്കെ ഒരു ബറക്കത്ത് അവിടുത്തെ ഖബറിലേക്കും അള്ളാഹു കുത്തിക്കട്ടെ. ഒരുപാട് ആലിമീങ്ങൾ അവരുടെ ഉസ്താദല്ലേ, എന്റെ ഉസ്താദായ താജുൽ ഹഖീഖി കൊടു ഉസ്താദും ഇന്ന് നമ്മൾ പറയുന്ന സർവ്വ ഉസ്താദുമാരും അവരൊക്കെ ഉസ്താദാണ്. ബഹുമാനപ്പെട്ട ബഹറുൽ ഉലൂം ഒക്കെ ഉസ്താദ്. അപ്പൊ ആ ഉസ്താദുമാർക്കും ഇപ്പൊ ജീവിച്ചിരിപ്പുള്ള വയസ്സായ ഉസ്താദുമാർക്കും ഒക്കെ വേണ്ടി ദ്വാർക്കണം. ആ കൂട്ടത്തിൽ സാധുവായ എനിക്കും ബഹുമാനപ്പെട്ട കുഞ്ഞാൻ പൈസക്കും ഒക്കെ അസുഖങ്ങളുണ്ട്. അസുഖങ്ങളൊക്കെ അല്ലാഹു ശിഫയാക്കി തരാനും നാം ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതികളൊക്കെ പ്രയാസം കൂടാതെ നടക്കാനും അതിന്റെ തൗഫീഖ് ദ്വാർക്കണം. ഞാൻ ആരോടും പറയുന്നതാ, നമ്മൾ ദർസ് ഒരു മുടക്കം വരാതെ നടക്കുന്നുണ്ട് ഇപ്പോ. അൽഹംദുലില്ലാഹ്. അത് നമുക്ക് എപ്പോഴും നടത്താൻ കഴിയണം. ദർസിലായി തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അതിന് നിങ്ങൾക്ക് ദ്വാർക്കണം. ഇപ്പോഴും അതാ പറയുന്നത്. ആ ദുആ വിഷയത്തോടെ വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.